ഇങ്ങനെ ഒരു മുറി തേങ്ങ വെച്ചിട്ട് ഇതിങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഫസ്റ്റ് നമ്മൾ തേങ്ങ ചിരവണം. ഈ ഒരു മുതലുകളൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് തേങ്ങ ചിരവി എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ടാസ്ക്കാണ് കേട്ടോ. രണ്ടാളും ഇരുന്ന് അങ്ങോട്ട് തിന്ന് തീർക്കും. എനിവേ തേങ്ങയൊക്കെ നമുക്കിവിടെ ചിരവി കിട്ടിയ സ്ഥിതിക്ക് സ്റ്റൗ കത്തിച്ചോ, പാൻ വെച്ചോ, തേങ്ങയിട്ടോ, ഇളക്കുക. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആകുമ്പോഴത്തേന് നമുക്ക് പഞ്ചസാര വിത്ത് ഏലക്കാപ്പൊടി ഇടുക. വീണ്ടും ഇളക്കുക. അത് ഉരുകി വരട്ടെ. ഉരുകി വന്ന് ഒന്നിങ്ങനെ വറ്റാനാവുന്ന സമയത്ത് നമ്മുടെ തേങ്ങയുടെ വെള്ളം ഒഴിക്കുക. വീണ്ടും ഇളക്കുക. അത് നന്നായിട്ട് വറ്റി എന്ന് തോന്നുമ്പോൾ കുറച്ച് നെയ്യ് എടുക്കുക. വീണ്ടും ഇളക്കി ഇളക്കി ഇതിങ്ങനെ കട്ട പിടിക്കാൻ ആവുന്ന സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫാക്കുക. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തേക്ക് നെയ്യ് പുരട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഏതൊക്കെയാണോ ഇത് സെർവ് ചെയ്യേണ്ടത് അതിലേക്ക് കൊട്ടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ആക്കി കൊടുക്കുക. ഞാനിവിടെ ഇതിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ നേരത്തെ നമ്മുടെ തേങ്ങാവെള്ളം ഒഴിച്ചത് കുറച്ച് അധികം ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്തിട്ട് മാറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. സോ ഞാനിത് എന്ത് ചെയ്തു, ബോൾസ് ആക്കിയിട്ട് എടുത്തു. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഊഹിക്കാം തേങ്ങയും നെയ്യും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഒക്കെ പാടെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.